ഇന്നൊരു കെമിക്കലില്ലാത്തൊരു നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ ഡൈ ആൻഡ് ഹെയർ ഗ്രോത്തിനുള്ള ഒരു പാക്കുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇപ്പം നല്ല കളറിലായി. ഞാനിത് ഉണ്ടാക്കി വെച്ചിട്ട് 2 മണിക്കൂറായുള്ളൂ. 2 മണിക്കൂറായപ്പോൾ തന്നെ ഇത്ര നല്ല കളറായിട്ടുണ്ട്. ഒരു രാത്രി മുഴുവൻ വയ്ക്കുകയാണെങ്കിൽ നല്ല കറുത്ത കളറായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് തല തേച്ചാൽ മതി. ഞാനിതിപ്പോൾ തേക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്, നിങ്ങളെ കാണിച്ചു തന്നെന്നുള്ളൂ. മുരിങ്ങയില വെച്ചിട്ടുള്ളൊരു ഹെയർ ഡൈ ആണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള മുരിങ്ങയിലയും കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഹെയർ ഡൈ ആണ്. തേക്കാനും എളുപ്പമുണ്ട്, നമുക്ക് കഴുകി കളയാനും എളുപ്പമുണ്ട്. നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകി കളഞ്ഞാൽ മതി. ഷാമ്പു തേക്കേണ്ട. എല്ലാവരും ചെറുപ്പത്തിലൊക്കെ നല്ല പിള്ളേരെ തേച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ ചെറുപ്രായത്തിലൊന്നും തലമുടി നരയ്ക്കാതിരിക്കും. മുടിക്കൊക്കെ നല്ല ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ തേച്ച് നോക്കിയിട്ട് നിങ്ങൾ കമൻ്റ് ഇടാവുള്ളേ. ഉപയോഗിച്ച് നോക്കിയാലാണ് അറിയാവുള്ളൂ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയണേന്ന്. ഈ പേസ്റ്റ് തലയിൽ തേച്ച് പിടിപ്പിച്ച് ഉണങ്ങി കഴിഞ്ഞിട്ടേ കഴുകി കളയാവുള്ളൂ കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോയിലേക്ക് പോകാവേ. മുരിങ്ങയിലയും കൊണ്ടാണ് നമ്മളിന്ന് ഡൈ ഉണ്ടാക്കാൻ പോകുന്നത്. മുരിങ്ങയില കുറച്ച് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നല്ലപോലെ കഴുകി അടർത്തി എടുക്കണം ഓരോന്നായിട്ട്. ഇതിനകത്ത് പഴുത്ത ഇല ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് പച്ച ഇലകൾ മാത്രം എടുക്കണം കേട്ടോ. മുരിങ്ങയില നമ്മുടെ കണ്ണിന് നല്ലതാണ്, തലമുടിക്ക് നല്ലതാണ്. ആരോഗ്യം ഉണ്ടാകാനുള്ള ഏറ്റവും നല്ല സാധനങ്ങളിൽ ഒന്നാണ് മുരിങ്ങയില. ആഴ്ചയിൽ 3 ദിവസമൊക്കെ ഇലക്കറികൾ നമ്മുടെ ഭക്ഷണത്തിൽ കൂട്ടണം എന്നാണ് പറയുന്നത്. അന്നേരം ഒരു ദിവസം മുരിങ്ങയില കൂട്ടുക. തലമുടി ഉണ്ടാകാനും നല്ലതാണ്, പ്രഷറിന് നല്ലതാണെന്നാണ്. പ്രഷറിന് ഇത് ചൂടൻ ചോറില്ലേ, ചൂടൻ ചോറിൻ്റെ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് മുരിങ്ങയില ഇടുക. എന്നിട്ട് ചൂടൻ ചോറ് അതിനകത്തേക്ക് ഇട്ട് കഴിക്കണം നല്ലതാണെന്ന് പറയും. ഇപ്പം നമുക്ക് മുടിയുടെ ആവശ്യത്തിനാണല്ലോ, അതുകൊണ്ട് മുടിയുടെ ആവശ്യത്തിന്, മുടിക്ക് നല്ല ഹെൽത്ത് കിട്ടാനും തലമുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ല സാധനമാണ്. മുടി വളർച്ച പെട്ടെന്നാക്കും. ഇപ്പം നമ്മൾ ഡൈ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ ഊരിയെടുക്കട്ടെ. ഇത്ര എടുത്തുകൊണ്ട് വന്നോർത്തുകൊണ്ട് ആ മുഴുവൻ ഉപയോഗിക്കണമെന്നില്ല. നമ്മുടെ തലമുടിക്ക് ആവശ്യമുള്ള മാത്രം നമ്മൾ എടുത്താൽ മതി. ഞാനിതാണ് മുഴുവൻ എടുക്കുക. മുരിങ്ങയില ഞാനൊരു പാത്രത്തിലേക്ക് അടർത്തി എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് അരച്ചെടുക്കുമ്പോൾ ചായവെള്ളം വേണമെന്നൊന്നുമില്ല കേട്ടോ. ചായവെള്ളം വേണമെങ്കിൽ ചായവെള്ളം ചേർക്കാം. ഇപ്പം ഞാൻ പച്ചവെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം പോലെ ഒഴിച്ച് അരച്ചെടുക്കില്ല, കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങ് അരച്ചെടുത്താൽ മതി. നല്ല പച്ച കളറിലുള്ള മുരിങ്ങയില ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് തരങ്ങ് പോലെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ അരിച്ചാൽ മതി. ഇത് നൈസായിട്ട് നല്ല മഷി പോലെ അരഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അരിച്ചെടുക്കണ്ട. കണ്ടോ, ഒരു കഷ്ണം പോലും, കരടുകൾ പോലും ഇല്ല. അതുകൊണ്ട് നമ്മൾ വേറെ അരിച്ചെടുക്കണ്ട. ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് ഇരുമ്പ് ചീനിച്ചട്ടിയിൽ ഇട്ട് ഒരു രാത്രി മുഴുവൻ വെച്ചിരുന്നാലും നല്ലതാണ്, ഇല്ലാതെ ഉണ്ടാക്കിയാലും നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിനകത്തേക്കാണ് ചേർക്കാൻ പോണത്. ഇതിനകത്തേക്ക് ചേർക്കുന്ന സാധനങ്ങൾ
ഇത് ഈ നെല്ലിക്കപ്പൊടിയൊക്കെ ഒരുമാതിരി എല്ലാ ഡൈക്കും നമ്മൾ ചേർക്കണം. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ മുടി നല്ല ഗ്രോത്തും ആവും, തലമുടി നല്ല പോലെ കറുത്തും വരും. പിന്നെ കറുത്തില്ല എന്ന് പറയില്ല. അതുകൊണ്ട് എല്ലാ ഡൈകൾക്കും ഞാൻ 2 സ്പൂൺ നെല്ലിക്കപ്പൊടിയാണ് ചേർത്തത്. ഇത് മിക്സിയിലിട്ട് ഇത് അരയ്ക്കുമ്പോൾ ഇതിൻ്റെ കൂടെ അരച്ചാലും മതി. കുറച്ച് സമയം ഇളക്കേണ്ടി വരും, എന്ന് വെച്ചാൽ അത് യോജിച്ച് കിട്ടാനായിട്ട്. ഇനി ഇതിനകത്തേക്ക് അടുത്ത സാധനം ചേർക്കാം. കെമിക്കലില്ലാത്ത, എല്ലാവരും എന്നോട് കമൻ്റ് ഇട്ടതാണ്, ചുമ്മാ ഉണ്ടാക്കുമ്പോൾ കറുത്തും തല തേക്കുമ്പോൾ കറുക്കുകയും ഇല്ലയെന്ന്. ഉപയോഗിച്ച് നോക്കിയിട്ടായിരിക്കില്ല പറയണ, ചുമ്മാതെ പറയണമായിരിക്കും. പിന്നെ പൈസയും കിട്ടുമെന്ന്, അതായത് യൂട്യൂബിൽ നിന്ന് പൈസയും കിട്ടുമെന്നായിരിക്കും പറയണേ. ഈ വീഡിയോ കാണുന്നവരെന്നാൽ വീഡിയോ ഇട്ട് നോക്കട്ടെ. അവർ കിട്ടണം. എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങണം, അതാണ് ഞാൻ പറയണത്. എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൻ്റെ ബുദ്ധിമുട്ട് എന്നാന്നൊക്കെ അന്വേഷിച്ച് നോക്കിയാൽ മതി. അന്നേരം നമുക്ക് മനസ്സിലാവും. എല്ലാവരും ഉപയോഗിച്ച് നോക്കിയിട്ട് മതി. നമുക്ക് ഇഷ്ടമുള്ളൊരു വീഡിയോ കണ്ടാൽ മതി കേട്ടോ, എന്നാൽ ഞാൻ പറയുള്ളൂ. ഇതിനകത്തേക്ക് ഇതും പച്ച ഇതിനകത്തേക്കും 2 സ്പൂൺ നീലിയമരിപ്പൊടി. ഇത് നല്ല പോലെ ഇങ്ങനെ യോജിപ്പിക്കണം. പൊടിയായതുകൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞ് അത് ചേർന്ന് വരുള്ളൂ. ഈ ചെറുപ്രായത്തിലൊക്കെ ഇങ്ങനത്തെ പാക്കുകളൊക്കെ പിള്ളേരുടെ തലയിൽ തേച്ച് പഠിപ്പിക്കുകയാണെങ്കിലോ അകാലനര ഉണ്ടാകാതെ ഇരുന്നോളും. ചെറുപ്പത്തിൽ നര നരയ്ക്കില്ല, വലുതായി കഴിയുമ്പോഴും തലമുടി നരയ്ക്കാതെ ഇരിക്കുള്ളൂ. ഇങ്ങനത്തെ പാക്കൊക്കെ തലയിൽ തേച്ച് തലയ്ക്ക് നല്ല വിറ്റാമിനുകൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെറുപ്രായത്തിലും തല നരയ്ക്കില്ല. നല്ല പേസ്റ്റ് രൂപത്തിലായി. നമുക്ക് കുറച്ച് സമയം വെച്ചേക്കാം. നമ്മുടെ പാക്ക് ഒരു 2 മണിക്കൂറായി. ഞാൻ വെച്ചെടുത്താണ് 2 മണിക്കൂർ. അപ്പോൾ തന്നെ അത് നല്ല കളറായിട്ടുണ്ട്. 4 മണിക്കൂർ ഇരുമ്പ് ചീഞ്ചട്ടിക്കകത്തിട്ട് വയ്ക്കുവാണെങ്കിൽ ഒരു 4 മണിക്കൂർ, അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെയോ എടുത്ത് തേച്ചാൽ മതി. ഞാനിത് കുളിക്കാൻ നേരത്തെ എടുത്ത് തേക്കാൻ വേണ്ടിയിട്ട് എടുത്താണത്. ഇപ്പോൾ നല്ല കളറായില്ലേ. ഒരു കൂട്ടും ചേർത്തല്ല. എല്ലാവരും ഇത് തേക്കാനും എളുപ്പമുണ്ട്. ഇത്രയും പേസ്റ്റ് അല്ലേ, കൈ കൊണ്ട് വാരി തേക്കാനും എളുപ്പമുണ്ട്. മുടിയിൽ അറ്റം വരെ തേച്ചോട്ടോ. തലമുടി തൊട്ട് തലയുടെ മുടി അറ്റം വരെ തേക്കുകയാണെങ്കിൽ തലമുടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാകും. മുരിങ്ങയില ആയതുകൊണ്ട് 1 മണിക്കൂർ കഴിഞ്ഞ് കഴുകി കളയണം കേട്ടോ. നാളെ കാപ്പിപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഏത് കമ്പനിയുടെ കാപ്പിപ്പൊടിയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല, കാപ്പിപ്പൊടി ഉപയോഗിച്ചാൽ മതി. ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടി ആയിരിക്കും ഏറ്റവും നല്ലത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.